വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിന്റെ വാദം അമ്പെ പൊളിച്ചൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ. കന്യാസ്ത്രീകളുടെ ഒപ്പം പോയത് മാതാപിതാക്കളുടെ സമ്മതപ്രകാരമെന്ന് പെൺകുട്ടി പറഞ്ഞു. എന്നാൽ അറസ്റ്റിനെ ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് പങ്കില്ലെന്ന വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇന്നെത്തി. ഇരുതോണിയിൽ ചവിട്ടുന്ന ബിജെപിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭ കാതോലിക്ക ബാവ മാത്യൂസ് തൃതീയൻ പറഞ്ഞു. കന്യാസ്ത്രീകളെ തടവിലിട്ടിരിക്കുന്നതിന് എതിരെ തെരുവിൽ സഭകളുടെ പ്രതിഷേധം തുടരുകയാണ്. मैं आगरा जा रही थी अपनी माँ पापा की मर्जी से अपने नंद लोगों के साथ वहाँ काम के सिलसिले में जा रही थी और वहाँ हम लोग के साथ ज़बरदस्ती मतलब रेलवे स्टेशन में जोर ज़बरदस्ती हुआ. हम लोग को मारे गए, हम लोग को पीटा, हम लोग को मतलब जोर ज़बरदस्ती किया गया कि आप लोग जो सच्चाई हम लोग बोल रहे हैं और आप नहीं बोलोगे तो आप लोगों को जेल होगा, आपके भैया को मारेंगे पीटेंगे, आपके नंद लोगों को जेल में डाल देंगे, ये सब बोले सर. और കന്യാസ്ത്രീകളെ ജയിലഴികൾക്കുള്ളിൽ അടച്ച് 7-ാം ദിവസമാണ് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരാളുടെ ഈ പ്രതികരണം പുറത്തു വന്നത്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ്. മാതാപിതാക്കളുടെ സമ്മതത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരോടൊപ്പം പോയത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചു. ഇന്ത്യ ടുഡേ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പെൺകുട്ടിയുടെ പ്രതികരണം. ബിജെപി കേരള സംസ്ഥാന നേതൃത്വം അറസ്റ്റും തടവും അന്യായമെന്ന നിലപാടിൽ തുടരുമ്പോഴും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണെന്ന് വിഷ്ണുദേവ് സായ്. पुलिस अपना काम कर रही है और कल कांग्रेस का एक डेलीगेशन आया हुआ था. उसमें माननीय सांसदगण, विधायकगण और संगठन के लोग भी थे. उनसे हमारी मुलाकात हुई. കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് സംസ്ഥാന ബിജെപി നേതൃത്വം ഉറപ്പു പറഞ്ഞിരുന്നുവെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്നും അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അപകടകാരികളെന്നുമാണ് പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിൽ എഴുതി നൽകിയത്. ക്രിസ്മസ് കാലത്ത് കേക്കുമായി പള്ളിമേടകളും ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിക്കുന്ന ബിജെപിയെ വിശ്വാസമില്ലെന്ന് KCBC നേതൃത്വവും വിവിധ സഭാ ബിഷപ്പുമാരും അതൃപ്തി പരസ്യമാക്കി ആഞ്ഞടിക്കുകയും ചെയ്തു. തെരുവിൽ ക്രിസ്ത്യൻ സഭകളുടെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. ഇരുതോണിയിൽ ചവിട്ടുന്ന ബിജെപി നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭ കാതോലിക്ക ബാവ മാത്യൂസ് തൃതീയൻ. അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു തോണിയിൽ ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ്. അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നതല്ല. ബിജെപി അജണ്ടയിൽ കത്തോലിക്ക സഭാ മെത്രാന്മാരും അച്ഛന്മാരും വീണുപോയെന്ന് സിറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ഇവിടെ ശക്തമായ മുസ്ലിം വിരോധം പടർത്തുന്നതും ആരാണ്? അതിനകത്ത് മെത്രാന്മാർ പോലും ഉണ്ട്. ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ചണ്ടയുണ്ടാക്കിയാലേ BJPക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വ്യക്തമായി അവർ കൃത്യമായി മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായി അത് പ്രൊപ്പഗാൻഡയിലൂടെ നടത്തുകയാണ്. ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്രാന്മാരടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാർ പോലും. സംഘപരിവാർ പ്രത്യയശാസ്ത്രം എന്തെന്ന് ആരും ഓർത്തില്ല. രാജ്യത്ത് മുസ്ലിം വിരോധം പടർത്തുന്നതിലും മെത്രാന്മാർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്നെത്തി. അറസ്റ്റിൽ ഛത്തീസ്ഗഡ് സർക്കാരിന് പങ്കില്ല. അറസ്റ്റ് ചെയ്തത് റെയിൽവേ പോലീസാണ്. ജാമ്യാപേക്ഷ തള്ളിയത് നടപടിക്രമം പാലിക്കാതെ നൽകിയതുകൊണ്ടാണ്. പ്രശ്നപരിഹാരത്തിന് ആത്മാർത്ഥമായി ഇടപെട്ടത് BJP മാത്രം. BJP അല്ല പിടിച്ചു പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT-യാണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. CBCയുടെ വിമൻ കൗൺസിൽ സെക്രട്ടറി ആശാ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. കന്യാസ്ത്രീകളുടെ സന്യസ്ത സഭയായ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് പ്രതിനിധികൾ നാളെ പുലർച്ചെ ഛത്തീസ്ഗഡിലെത്തും. കാര്യങ്ങൾ ഈ വിധം കുഴഞ്ഞു മറിഞ്ഞതോടെ വെട്ടിലായ സംസ്ഥാന BJP നേതൃത്വം മുഖം രക്ഷിക്കാൻ നടപടി തുടങ്ങി. സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കന്യാസ്ത്രീമാരുടെ കുടുംബാംഗങ്ങൾ MLA-മാരായ റോജി M. ജോൺ, സജീവ് ജോസഫ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി എന്നിവർ ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് UDF MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 മലയാളി കന്യാസ്ത്രീകൾ കഴിഞ്ഞ ഒരാഴ്ചയായി തടവിൽ കഴിയുന്ന ദുർഗിലെ സെൻട്രൽ ജയിലിന് മുമ്പിൽ നിന്ന് ക്യാമറമാൻ അമൽ വടകരയോടൊപ്പം K. ശരത്ലാൽ, ന്യൂസ് മലയാളം.